ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനാണല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ചർച്ചയ്ക്ക് വിട്ടപ്പോൾ ആരും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് പറയുന്ന ഓർത്തോണം. ആരും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ ആലപ്പുഴ കാരെങ്കിലും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടി CS സുജാത മറ്റവരും മറിച്ചവർ ഒക്കെ എഴുന്നേറ്റിട്ട് അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അല്ലാതെ ജി സുധാകരൻ സാഹു അങ്ങനെ കുറ്റം ചെയ്തെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ജി സുധാകരൻ സാഹു ആ ജാഗ്രത കാണിച്ചില്ല. ജാഗ്രതക്കുറവ്. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നത്, ആ ജാഗ്രതക്കുറവിന് ഇത്രയും വലിയൊരു മരണശിക്ഷ പോലത്തെ ഒരു ശിക്ഷയാണോ അയാൾക്ക് കൊടുക്കേണ്ടത്? അവസാനം അത് മാത്രമല്ല, പ്രായമായി എന്നുള്ളൊരു ഘടകം കൂടി ഉണ്ട്. അല്ല, പ്രായമായി എന്നുള്ള ഘടകം കൊണ്ടാണല്ലോ 82 വയസ്സുകാരനായിട്ടുള്ള പിണറായി വിജയൻ മത്സരിക്കുന്നത്. അത് എക്സംഷൻ. അത് എക്സംഷൻ. പ്രായമാകാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് ചാഞ്ഞ് വീണുപോയ കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്നത്. പ്രായത്തിന്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണല്ലോ മറ്റേ എന്താണ് AK ശശീന്ദ്രൻ മത്സരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു. അതെ, അപ്പൊ ഇതിനെല്ലാത്തിനും ന്യായങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ന്യായം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ന്യായം. പിണറായി വിജയനാണ് നിയമം. 2021 പിണറായി വിജയന് മരുമകനെ കൊണ്ടുവരണമായിരുന്നു. മരുമകനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പറഞ്ഞു? 2 ടേം മത്സരിച്ചവർ വേണ്ട, പിന്നെ 75 വയസ്സ് കഴിഞ്ഞവരും വേണ്ട എന്ന് പറഞ്ഞ് മരുമകനെ കൊണ്ടുവന്നു. ഇത്തവണ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ന്യായങ്ങൾ വേണം. അതുകൊണ്ട് എന്ത് പറഞ്ഞു? 16 പേർക്ക് 2 ടേം ഇളവില്ല. കാരണം വെച്ചാൽ അവർക്ക് ജയസാധ്യത. ഇവിടെ ഏറ്റവും വലിയ ജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്ത്, ഞാൻ പറഞ്ഞ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ, ഏറ്റവും വലിയ ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇവിടെ കഴക്കൂട്ടത്ത് നിർത്തിയിട്ടുണ്ട്. അതെ, കടകംപള്ളിക്ക് അനുകൂലമാണ്. സ്വാഭാവികമായും കടകംപള്ളി എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ, കടകംപള്ളി. കാരണം ഞാൻ സ്വപ്ന സുരേഷിനെ പോയി 2 തവണ ഇൻ്റർവ്യൂ ചെയ്തതാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞ പകുതി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ CPMന്റെ ജീർണതയുടെയും തകർച്ചയുടെയും ചാണകക്കുഴിയിലോട്ട് അത് എന്തുമാത്രം തലകുത്തിയ വീണുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കടകംപള്ളി സുരേന്ദ്രനെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്.